ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കടക്കാർ വന്നിട്ട് ഉദയഭാനുവിൻ്റെ വീട്ടിൽ വന്ന് ഭയങ്കര പ്രശ്നം നടത്തുവാണ്. അപ്പോൾ നമ്മുടെ ശ്രീദേവി വിചാരിക്കുന്നുണ്ട് അവിടെ പോയി പ്രശ്നം പരിഹരിക്കാമെന്നും പറഞ്ഞുകൊണ്ട് നേരെ കടക്കാരുടെ ഇടയിലേക്ക് വന്ന് ചേരുക കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക, എൻ്റെ അച്ഛൻ തരാമെന്ന് പറഞ്ഞ ആ പൈസയെല്ലാം ഞങ്ങൾ തന്ന് തീർത്തോളാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ന് തന്ന് തീർക്കാനായി പറയണേ, എത്ര പ്രാവശ്യം ഞങ്ങളിവിടെ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർ. അപ്പോൾ ഉദയഭാനു പറയാം, മോളെ നീ അകത്ത് കയറി പൊക്കോ, ഇവരുടെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. അച്ഛൻ എന്ത് തീരുമാനിക്കാന്നാ? ഇത്രയും നാൾ അച്ഛനെ കൊണ്ട് പറ്റിയോ തീരുമാനിക്കാൻ? ഇല്ലല്ലോ. ഇന്നാൾ ഇവിടെ നിശ്ചയം നടന്ന സമയത്ത് തന്നെ ഇവിടെ എന്തോരം പ്രശ്നങ്ങളാണ് ഇവിടെ നടന്നത്. നിങ്ങളും അച്ഛനെ തല്ലുന്നതും ഒക്കെ ഞാൻ കണ്ടു. ഇനി എനിക്കതിന് വയ്യ. പിന്നെ അച്ഛൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിലേ അന്ന് തന്നെ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ അച്ഛനെ ഉപദ്രവിച്ചപ്പോൾ അച്ഛൻ ആ കാശ് തരില്ലായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛൻ്റെ കയ്യിൽ ഒന്നുമില്ല, ദയവ് ചെയ്ത് നിങ്ങളൊന്ന് പറയുന്നത് കേൾക്കുമെന്ന് പറയുമ്പോൾ അവന്മാർ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയണ്ട, നല്ല രീതിയിൽ 3 ദിവസത്തെ ചടങ്ങെടുത്തിട്ടാണ് നിങ്ങൾ കല്യാണമൊക്കെ നടത്തുന്നത്. കാശില്ലാതെ അതൊക്കെ എങ്ങനെ നടത്താൻ പറ്റും? അയ്യോ എൻ്റെ പൊന്നി ചേട്ടന്മാരെ, എൻ്റെ അച്ഛൻ്റെ കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. അതൊക്കെ ഭർത്താവിന് നടക്കാൻ പോകുന്ന അവരുടെ വീട്ടുകാർ അതൊക്കെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് അറിവിടല്ലോ നാട്ടിൽ നടക്കുന്നു, പെണ്ണ് വീട്ടുകാരെ സാറിന് കല്യാണം നടത്തുക, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഞങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരാ നടത്തുന്നത്, ഒന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള പൈസ ഞങ്ങൾ തരില്ലേ? തരാതിരിക്കുമോ? ഇല്ലല്ലോ. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കുക. ഞാൻ എന്തായാലും ഈ കല്യാണം നിങ്ങൾ എന്നെ മുടക്കരുത്. ഞാൻ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ കടം ഞാൻ വീട്ടുമെന്ന് പറയാട്ടോ. അപ്പോൾ അവസാനം അവരൊക്കെ പറയുന്നുണ്ട്, അതെ ശരി, എന്തായാലും കൊച്ചിൻ്റെ വാക്ക് ഞങ്ങൾ വിശ്വസിക്കാം. കാര്യം ചെന്ന് കയറണം നല്ല കാശുള്ളതാണല്ലോ. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ അവന്മാരെ കൊണ്ട് നമുക്ക് കടം തീർപ്പിക്കാൻ പറ്റും. എന്തായാലും തൽക്കാലം ഞാൻ വിശ്വസിച്ചു. കുറച്ച് കല്യാണം കഴിയുന്നവരെ നമ്മൾ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ അറിയാലോ ഞങ്ങൾ. ശരി ചേട്ടന്മാരൊന്ന് പോ, ദയവ് ചെയ്ത് എൻ്റെ കല്യാണം മുടക്കാൻ വേണ്ടി നിങ്ങൾ വരരുതെന്ന് പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ശ്രീദേവി അവിടെ നിന്നുകൊണ്ട് കരയുമ്പോൾ അച്ഛൻ പറയണം, മോളെ കുറച്ച് കഴിയുമ്പോൾ യുവന്മാർ വരും, അപ്പം എന്താ ചെയ്യുക? അത് അപ്പോഴല്ലേ അച്ഛാ, ഇപ്പം ആശ്വാസമായില്ലേ, അപ്പം നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഒന്നും പറഞ്ഞുകൊണ്ട് സമാധാനപ്പെട്ട് ഇരിക്കുക കേട്ടോ. അങ്ങനെ മിഥുനും അലോകും കൂടെ മഞ്ഞൾ കല്യാണം കലക്കാൻ വേണ്ടിയിട്ട് മഞ്ഞയ്ക്കകത്ത് കുറച്ച് ആസിഡും കാര്യങ്ങളൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കള്ള ബ്യൂട്ടീഷ്യൻ്റെ കയ്യിൽ ജീന എന്ന് പറയുന്ന അവളുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അവളതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അങ്ങനെ നീതുവാണ് അതെല്ലാം ചെയ്യുന്നത്. അതായത് നമ്മുടെ സേതുവിൻ്റെ ആ ഒരു ഈവൻറ്റ് മാനേജ്മെൻറ്റിലെ കുട്ടിയാണ് നീതുവാണ് മഞ്ഞയൊക്കെ കലക്കി കുഴമ്പാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോഴാണ് ഈ ജീന അങ്ങോട്ട് കയറി വരുന്നത്. അപ്പം ജീനയോട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യ്, ഞാനിതെല്ലാം കലക്കി വെച്ചിട്ടുണ്ട്, ഇതൊരു ചെറിയ പാത്രത്തിലേക്കാക്കി അങ്ങോട്ട് കൊണ്ടുപോവാ സ്റ്റേജിലേക്ക്. ശരി നീ പൊക്കോന്ന് പറയാട്ടോ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, കൈ ഉറയൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് മഞ്ഞയെല്ലാം കോരി ഒഴിച്ച് കയ്യിലിരിക്കുന്ന ആസിഡ് എടുത്താൽ മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ സേതുമാധവൻ ഓഫീസിനകത്താണ് ഇരിക്കുന്നത്. ഓഫീസിലിരുന്നിട്ട് മൊത്തം ഡെക്കറേഷൻ്റെ കാര്യങ്ങൾ വേറൊരാളോട് ചർച്ച ചെയ്യാണ്. നാളെയാണല്ലോ കല്യാണ ദിവസം അവിടെ മണ്ഡപത്തിൽ ക്ലിയർ ആക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണ് CCTVയിലേക്ക് പോവാട്ടോ. ആ ഒരു TV-യിലേക്ക് നോക്കുമ്പോൾ ആ മഞ്ഞ കലക്കുന്ന എന്തോ ഒരു അസ്വാഭാവികത തോന്നുന്നുണ്ട്. പെട്ടെന്ന് അത് ശ്രദ്ധിക്കുമ്പോൾ എന്തോ സാധനം ഒഴിക്കുന്നതും കലക്കുന്നതും ഒക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ പെട്ടെന്ന് ആ CCTV-ക്കകത്ത് നിന്ന് തന്നെ ഫോണിൽ ക്യാമറ വഴി എല്ലാം പകർത്തിയെടുക്കുകയാണ് കേട്ടോ സേതുമാധവൻ. എന്നിട്ട് നേരെ മഞ്ഞൾ കല്യാണം നടക്കുന്നതിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഈ സമയത്ത് തന്നെ അവിടെ നീതുവും നമ്മുടെ ധർമ്മനുമായിട്ട് വീണ്ടും ഒരു ക്ലാഷ് ഉണ്ടാവുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടുകയും തട്ടുകയും ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അയ്യോ ചേട്ടാ നിങ്ങൾ എന്തിനാ എന്നെ തട്ടുന്നതെന്ന് ചോദിക്കുക കേട്ടോ. ധർമ്മൻ പറയണം, അയ്യോ സോറി അറിയാണ്ട് തട്ടിയതാ, അല്ല എന്നെ ഈ ചേട്ടാന്നൊക്കെ വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതിയെന്ന്. വയസ്സിന് മൂത്തവരെ പേരെങ്ങനെ വിളിക്കുക, അതുകൊണ്ടാ എന്നും പറഞ്ഞ് അവരുടെ ഒരു ചെറിയൊരു റൊമാൻസ് അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് തൊട്ട് പിറകെ തന്നെ നമ്മുടെ പല്ലവി വരുന്നുണ്ട് കേട്ടോ. പല്ലവി നേരെ സ്റ്റേജിലേക്ക് വന്ന് എല്ലാവരെയും ക്ഷണിക്കുകയാണ് മഞ്ഞൾ കല്യാണത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഈ ജീനയാണെങ്കിൽ നേരെ ആ മിഥുനെയൊക്കെ വിളിച്ച് അറിയിക്കുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും സക്സസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്, ഇനി ഇത് അവളുടെ ദേഹത്ത് തേക്കുന്നതേ ഉള്ളൂ. ശരി എത്രയും വേഗം ആവട്ടെ. പലോക് പറയുന്നുണ്ട്, പൊള്ളണം, ദേഹം മുഴുവനും പൊള്ളി അവൾ അവിടെ നിന്ന് അടർന്ന് എണീറ്റ് ഓടണം ദേഹം എന്നൊക്കെ പറയാണ് കേട്ടോ. ശരി ഞാനത് വീഡിയോ കോളിൽ കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മൊബൈലൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് നേരെ പതിയെ മൊബൈലും ആ ഒരു മഞ്ഞ കലക്കിയ പാത്രവുമായിട്ട് ജീന സ്റ്റേജിലേക്ക് വരുന്ന കേട്ടോ. അപ്പം സ്റ്റേജിൽ നിന്നുകൊണ്ട് എല്ലാവരും വിളിച്ച് വരികയാണ്. അപ്പം നമ്മുടെ ആനന്ദും ശ്രീദേവിയൊക്കെ നല്ലപോലെ ഒരുങ്ങി നല്ല ഇതായിട്ട് വരിക കേട്ടോ. ഓരോ 2 വീട്ടുകാരെയും സ്റ്റേജിലേക്ക് ആനയിക്കുകയാണ്. അപ്പം മഞ്ഞൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആരാ ആദ്യം ചെയ്യുക മഞ്ഞ? അപ്പോഴാണ് നമ്മുടെ മീനാക്ഷി മുന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് പറയുക, അതെ ഞാനല്ലേ വീട്ടിൽ ആദ്യം വന്ന മരുമോള്, അപ്പം ഞാൻ തന്നെ ചെയ്യാമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ അനുജ അങ്ങോട്ട് കയറുന്നു എന്ന് പറയുന്നുണ്ട്, വേണ്ട ഞാൻ ചെയ്യാം അമ്മേ, ഞാനല്ലേ അവിടുത്തെ മോള്, ഞാനല്ലേ മൂത്ത മോള്, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയാം. മീനാക്ഷിയുടെ മോഹം അങ്ങ് വാട് കേട്ടോ. അപ്പോൾ തന്നെ
ഉടനെ അത് കാണുമ്പോഴത്തേക്കും ഗോമതിക്ക് വിഷമമുണ്ട്. അപ്പോൾ ഗോമതി പറയുന്നത് മീനാക്ഷി നീ വിഷമിക്കണ്ട, അടുത്ത ചാൻസ് നിനക്ക് തന്നെ എന്ന് പറയാം കേട്ടോ. ആ ശരി എന്നാൽ പിന്നെ തുടങ്ങിയാലൊന്നും പറഞ്ഞ് പാത്രത്തിലേക്ക് കൈ വെക്കുന്നതിന് മുമ്പേ അവിടെ സേതുമാധവൻ ഒറ്റ വിളിക്കുക, തുടരുത്, ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറയാം, നിർത്തുമെന്ന് പറയാം കേട്ടോ. എന്താ കാര്യം, ആ കാര്യമൊക്കെ പറയണതിന് മുമ്പേ ഓടി വന്നിട്ട് ആ കയ്യിലിരുന്ന പാത്രം വലിച്ചെറിയുക ചെയ്യുന്ന കേട്ടോ സേതുമാധവൻ. എല്ലാവരും അന്തം വിട്ടു. അയ്യോ എന്ത് പറ്റി, എന്താ ഞാൻ ഇങ്ങനെ ചെയ്തത്? പല്ലവിയും ഓടി വന്ന് ചോദിക്കണം എന്തിനാ ഇങ്ങനെ ചെയ്തത് അത് വേറൊന്നുമല്ല. അവൻ ബാലൻ ചോദിക്കണം എന്താ ചെയ്തു, എന്താ കാര്യം? ഒന്നുമില്ല, മഞ്ഞൾ കലക്കി വെച്ച് പാത്രം മാറിപ്പോയി, ഇതല്ല പാത്രം, അതുകൊണ്ടാ. ശരി ഒരു കാര്യം ചെയ്യും, പിന്നെ നീതു നീ പോയി വേറെ മഞ്ഞ കലക്കി കൊണ്ടുവാ, നീ ഒറ്റയ്ക്ക് പോയാൽ മതി എന്നും പറഞ്ഞിട്ട് മറ്റവളെ കയ്യിൽ ജീനയുടെ കൈ കയറി പിടിച്ചിട്ട് പറയാം, വാ നീ ഇങ്ങോട്ട് വാ, എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്, നീയും വാ എന്നും പറഞ്ഞ് എല്ലാവരെയും വിളിച്ചിട്ട് അവർ രണ്ടുപേരും കൂടെ വിളിച്ച് സേതുമാധവൻ മാറ്റി നിർത്തുക കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരു വിഷമിച്ച് നിൽക്കുന്നുണ്ട് മണ്ഡപത്തിൽ. ഇങ്ങനെ വീണ്ടും രണ്ടാമത്തെ മുടക്കമാണല്ലോ, കേക്കിൻ്റെ കാര്യം ആദ്യം, രണ്ടാമത്തെ കാര്യം ഇങ്ങനെ. അപ്പോൾ കേക്കിൻ്റെ കാര്യത്തിൽ തന്നെ സേതുമാധവന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പല്ലവി അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും സേതുമാധവൻ പറയുന്നുണ്ട് മെയിനായിട്ടും നമ്മുടെയൊക്കെ ഉത്തരവാദിത്ത കുറവ് കൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നുമല്ല, എല്ലാ കാര്യങ്ങളിലും നമ്മുടെ കണ്ണെത്തണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോഴാണല്ലേ ഈ സംഭവം. അങ്ങനെ നേരെ മാറ്റി നിർത്തിയിട്ട് നമ്മുടെ നീതുവിനോട് പറയാം, നീതു നീ മഞ്ഞയെല്ലാം കലക്കാൻ വേണ്ടി നീ പൊക്കോ, പെട്ടെന്ന് നീ സ്റ്റേജിലേക്ക് എത്തിക്കണമെന്ന് പറയാം. പിന്നെ നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു അവളെ മാറ്റി നിർത്തിയിട്ട്, നീ എന്താടി അവിടെ ചെയ്തത്? ഞാൻ എന്ത് ചെയ്യാനാ, ഞാനൊന്നും ചെയ്തില്ല, നീ എന്താണ് അവിടെ ആ മഞ്ഞയിൽ ചെയ്തതെന്ന് എനിക്കറിയണം, നീ തന്നെ പറയണമെന്ന് പറഞ്ഞ് വരട്ട് കേട്ടോ. നിങ്ങൾ എന്താ മനുഷ്യ പറയണത്? ഞാൻ എൻ്റെ ജോലി ചെയ്യാനല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. ആയിരിക്കാം, പക്ഷേ നീ അതിലെന്ത് ചെയ്തു എന്നുള്ളത് ഞാൻ എല്ലാം തെളിവോട് കൂടി കണ്ടിട്ട് തന്നെ വന്നേ, മര്യാദയ്ക്ക് സത്യം പറഞ്ഞു. പല്ലവി അങ്ങോട്ട് വന്നിട്ട് ഇവിടെ എന്താ ചെയ്തു കേട്ടാ, എന്തിനാണ് ഇവരെ ഇങ്ങനെ പറയണേ? അപ്പോൾ ഉടനെ അവർ പറയാം, നിങ്ങളൊരു സ്ത്രീയല്ലേ, ഇവിടെ കണ്ടോ ഇയാൾ എന്നെ പിടിച്ച് എന്തൊക്കെയാണ് ചെയ്യണമെന്ന്, നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീയായിട്ട്. അപ്പോൾ പല്ലവിക്ക് ദേഷ്യം വന്നിട്ട് സേതുമാധവനോട് ചോദിക്കുന്നുണ്ട്, എന്താ ചെയ്തു കേട്ടാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. അതേ നീ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം ഞാനല്ല പറയേണ്ടത്, ഇവളാണ് പറയേണ്ടത്. മര്യാദയ്ക്ക് പറയടി എന്താ കാര്യമെന്ന്. പറയാനാണ് നിന്നോടാണ് ഞാൻ പറയാനായിട്ട്. നീ പറയുന്നോ അതോ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണോ? നിനക്ക് ഈ സേതുമാധവൻ ആരാണെന്ന് അറിയില്ല, മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞ് പറയാട്ടോ. അപ്പം അവർ പറയാമെന്നുള്ള രീതിയിൽ വാതുറക്കുമ്പോൾ എപ്പിസോഡ് തീരുകയാണ്. പുതിയൊരു എപ്പിസോഡിന് വീണ്ടും വരാൻ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്